രക്തബന്ധത്തെക്കാൾ കൂടുതൽ നമ്മളെ ചില സ്ട്രേഞ്ചേഴ്സ് സ്നേഹിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ ആനുവൽ ഡേക്ക് എനിക്ക് ഈ സാരിയൊക്കെ ഉടുത്തിട്ട് പോകണമെന്നും എനിക്ക് അറിയത്തില്ല എന്നും ഒക്കെ. അപ്പോൾ ദേ ഈ ജെൻസ് ടീച്ചറുടെ കയ്യിലിരിക്കുന്നത് എനിക്കിടാനുള്ള ബ്ലൗസ് അണ്ടർ സ്കേർട്ടൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ടീച്ചറാണ് എല്ലാ സാധനങ്ങളും മേടിച്ചത്. എനിക്കിത് ഇതല്ലേ ഈ പൊട്ടല്ലേ ചേരുക എന്ന് പറഞ്ഞ് പൊട്ട് ഈ മാല ചേരില്ലല്ലോ ടീച്ചറെ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് മാലയും കമ്മൽ വള എന്താ പറയുക പിന്നെ വരേക്കും ജെൻസ് ടീച്ചറാണ് കഷ്ടപ്പെട്ട് തലേ ദിവസം രാത്രി എല്ലാം എന്നെക്കാളും ഉത്സാഹത്തിൽ പോയി മേടിച്ചത്. ഞാൻ എപ്പോഴും കടയിലൊക്കെ വേറെ പല സാധനമൊക്കെ ഇങ്ങനെ മേടിച്ച് നോക്കിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ദേ നോക്കിയ ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്നത് മൊത്തം സാധനങ്ങൾ എനിക്ക് സാരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് തന്നു. കയ്യിൽ നെയിൽ പോളിഷൊക്കെ മാച്ചിങ് ആയിട്ട് ടീച്ചർ എടുത്തുകൊണ്ട് വന്ന് ഇട്ടൊക്കെ തന്ന് എന്നെ സുന്ദരിയായിട്ടാണ് കേട്ടോ വിട്ടത്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോയിലൂടെ എങ്കിലും എനിക്ക് ടീച്ചറിനോട് താങ്ക്സ് പറയണ്ടേ. ഇങ്ങനെയൊക്കെ കസിൻസൊക്കെ ചെയ്യാറുണ്ടെങ്കിലും എനിക്ക് ടീച്ചർ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് തന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിലർക്കൊക്കെ നമ്മളെക്കാളും അടിപൊളിയായിട്ട് പോകരുത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരില്ലേ, അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് ഒട്ടും സെൽഫിഷ് അല്ലാതെ ടീച്ചർ എനിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്ത് തന്ന്. അതുകൊണ്ട് ആ ദിവസം എന്താ പറയുക, ആ ദിവസം അങ്ങോട്ട് കളറായി ഞാൻ നല്ല അടിപൊളിയായിട്ട് പോയി. സുന്ദരിയാക്കിയിട്ടല്ലേ ജെൻസ് ടീച്ചർ വിട്ടെ. അപ്പോൾ ടീച്ചറെ ലവ് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയു.